ഷമീന എന്ന ഒരു വീട്ടുകാരി അവിടെയുണ്ട്. അവർ ഉള്ളത് മുണ്ടക്കൈയിലാണ്. മുണ്ടക്കൈയിൽ ഏതോ ഭാഗത്ത് അവർ കുടുങ്ങിക്കിടക്കുന്നു എന്നാണ് കൈരളി ന്യൂസിനോട് പറഞ്ഞത്. ഷമീമ കേൾക്കാമോ? എവിടെ ഉള്ളത്? 1 മണിക്കാണ് ഉരുൾപൊട്ടിയത്. അപ്പൊ ഇന്നത്തെ പറഞ്ഞ ഒരാളാണ് അവിടെ ഉള്ളത്. കുടുങ്ങി കിടന്നിട്ട് ഇപ്പോഴും അവരെ രക്ഷിക്കാൻ പറ്റിയിട്ടില്ല. 80ഓളം ആൾക്കാര് മുണ്ടക്കൈ മദ്രസിന്റെ കുന്നുമ്മലുള്ളത്. 1 മണിക്ക് പൊട്ടിയപ്പോഴും എന്നെ വിളിക്കുന്നുണ്ട്. പക്ഷെ പരമാവധി ആൾക്കാരൊക്കെ വിളിച്ചു വരാറുണ്ട്. ഇപ്പോഴും അവർക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ഇരുന്ന് കരയാണ്. ഈ 80 പേർ കുടുങ്ങി കിടക്കുന്നത് എവിടെയാണ് ഷമീമ? കുടുങ്ങി കിടക്കുന്നത് മുണ്ടക്കൈ മദ്രസിന്റെ മുകളിൽ കുന്നുമല. ആ സ്ഥലം വ്യക്തമായി പറയൂ. ആ സ്ഥലം വ്യക്തമായി പറയൂ ഷമീമ. അവിടെ മുണ്ടക്കൈയാണ് സ്ഥലത്തിന്റെ പേര്. അവിടെ ഫുള്ള് പറയാം മുണ്ടക്കൈ സ്ഥലം. അപ്പൊ മുണ്ടക്കൈ മദ്രസിന്റെ മുകളിൽ കുന്നുമലാണ് 10-70ഓളം ആൾക്കാർ വരുന്നത്. മദ്രസ. അപ്പൊ അവര് പറയുന്നത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം. പക്ഷെ ഒരു സംവിധാനം അവിടെ പോയിട്ടില്ല എന്നാ പറയുന്നത്. അവർ ഈ കെട്ടിടത്തിന്റെ മുകളിൽ കയറി ഇരിക്കുകയാണല്ലേ? കുന്നുമലാണ് പറഞ്ഞത് അവര്. അപ്പൊ രാത്രി 1 മണിക്ക് പൊട്ടിയപ്പോൾ അവരെന്നെ വിളിച്ചിരുന്നു. അപ്പോഴും ജനങ്ങളെ അറിയിക്കുന്നുണ്ട്. പക്ഷെ ഇപ്പോഴും ഒരു രക്ഷപ്പെടാൻ ഒരു നിർവാഹം ഇല്ലാന്ന് പറയുന്നത്. എങ്ങനെയും രക്ഷപ്പെടുത്തണം, അത്രേ പറയാനുള്ളൂ. തീർച്ചയായും. ഷമീന ഇപ്പോൾ എവിടെയാണുള്ളത്? ഷമീന ഇപ്പൊ കന്യാമറ്റുള്ളത്. എന്നെയാണ് അവൾ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. പെങ്ങള് ഷമീനയുടെ സഹോദരിയും കുടുംബവുമാണോ അവിടെ കുടുങ്ങിക്കിടക്കുന്നത്? ഈ മദ്രസയ്ക്ക് മുകളിലുള്ളവരെ ബന്ധപ്പെടാനുള്ള വല്ല നമ്പരും ഉണ്ടോ? ഉണ്ട്. ഞാൻ തരാം. ഞാൻ ഈ വാട്സപ്പിൽ അയച്ചുതരാം. തീർച്ചയായും. എന്നാ അവരെ ബന്ധപ്പെട്ടാൽ മതി. അവര് ഫോണിൽ ചാർജ് ഇല്ലാന്ന് പറയുന്നു. ഷമീന അതായത് അവരിപ്പോ പറയുന്നത് അവർ ഈ മദ്രസയ്ക്ക് മുകളിൽ ഈ 70 പേർ, ഷമീനയുടെ അനുജത്തി അടക്കം 70 പേർ കുടുങ്ങിക്കിടക്കുകയാണല്ലേ? ഈ വെള്ളം വന്നതുകൊണ്ട് ഇവർ കെട്ടിടത്തിന്റെ മുകളിൽ കയറി, മദ്രസയ്ക്ക് മുകളിൽ കയറി നിൽക്കുകയാണല്ലേ? അവര് 70 സുമാറ് പറയുന്നത്. കറക്റ്റ് വിവരം കിട്ടുന്ന അവിടുത്തെ നമ്പർ ഞാൻ തരാം. അവരെ കോൺടാക്ട്. തീർച്ചയായിട്ടും അവിടുത്തെ അങ്ങോട്ടേക്ക് രക്ഷാപ്രവർത്തകർക്ക് അടക്കം പോകേണ്ടതുണ്ട്. അതിന് കൂടി സഹായകമാകുന്ന ഒരു ഇടപെടലാണ് ഷമീനോട് ചോദിക്കുന്നത്. എത്തുന്നില്ലാന്ന് പറയുന്നു. ചൂരമ്മല് വരെയല്ലേ ബ്ലോക്ക് ഉള്ളൂ. അങ്ങോട്ടേക്ക് ഇവരടുത്തേക്ക് എത്തുന്നില്ല. അവരെ നമ്പർ ഞാൻ തരാം. പെട്ടെന്ന് കോൺടാക്ട് ചെയ്യും. ചൂരമ്മൽ വരെ മാത്രമേ വണ്ടികൾക്ക് പോകാനാകുന്നുള്ളൂ അല്ലേ? മുണ്ടൊക്കെ ഈ സ്ഥലത്ത് ആർക്കും ഒരു രക്ഷാപ്രവർത്തകർ എത്തിയിട്ടില്ല എന്ന് അവർ പറയുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തകൻ റഫീഖ് കൂടി നമ്മളോട് ചേരുകയാണ്, കൈരളി ന്യൂസിനോട് ചേരുകയാണ്. റഫീഖ്, ഷമീന തുടരൂ. റഫീഖ്, ഷമീനയോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ, കാരണം 70 പേർ, ഷമീനയുടെ ബന്ധുക്കളടക്കം 70 പേർ ഏത് ഭാഗത്താണ്? അവര് മുണ്ടക്കൈ മദ്രസിന്റെ കുന്നുമലാന്ന് പറയുന്നത്. അവിടെ ഒന്നുള്ളത് പറഞ്ഞേ 1 മണിക്ക് വീടിന്റെ ഉള്ളിൽ നിന്ന് പൊട്ടിയിട്ട് ഇറങ്ങി പോയതാണ്. മദ്രസന്റെ അവിടെയാണോ? മുണ്ടക്കൈ മദ്രസിന്റെ മുകളിലാണുള്ളത്. അവിടെ എത്തിയാൽ അവര് കാണാന്ന് അവര് പറയുന്നത്. അവിടെ നിങ്ങൾ വിളിച്ചതാണോ? എന്റെ പെങ്ങളാണ് വിളിച്ചുകൊണ്ടേ നിൽക്കുന്നുണ്ട്. അപ്പൊ ചാർജ് തീർന്നാ അവർക്ക് ബന്ധപ്പെടാൻ പറ്റില്ല. അപ്പൊ എത്ര നമ്പർ തരാം. മുണ്ടക്കൈ ഫോൺ നമ്പർ പറഞ്ഞോളൂ ഷമീന, വേഗം പറയൂ. ഫോൺ നമ്പർ വിഷമിക്കേണ്ട, എല്ലാ പ്രവൃത്തികളും അവിടെ ജാഗ്രതയായി നടക്കുന്നുണ്ട്. തീർച്ചയായും ഷമീനയുടെ അനുജത്തി അടക്കമുള്ള 70 പേരാണ്. പറഞ്ഞോളൂ. നമ്പർ പറയൂ ഷമീന. ഒന്ന് പ്രണവേ, ഈ നമ്പർ 97 എത്ര 45 43 മിന്നത്താണ് ആള്. 72. അവരുടെ പേരെന്താണ്? കുടുങ്ങിക്കിടക്കുന്ന ആളുടെ പേരെന്താണ്? മിന്നത്ത്. അവരെ വിളിച്ചാല് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും. തീർച്ചയായും. മിന്നത്ത് എന്ന ഷമീനയുടെ സഹോദരി അടക്കം 70 പേരാണ്. നമ്പർ 97 45 83 46 42. മിന്നത്ത് അവരുടെ പേര്. അവരടക്കം 70 പേരാണ് ഇപ്പോൾ ഈ മുണ്ടക്കൈ മദ്രസയുടെ കുന്നുമ്മലുള്ള മദ്രസയുടെ മുകളിൽ
ജീവരക്ഷാർത്ഥം കയറിയിരിക്കുന്നത്. അവർ നിരവധി പേരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ ഫോണിൻ്റെ ചാർജ് തീർന്നാൽ രക്ഷാപ്രവർത്തകർക്ക് അവിടേക്ക് സഹായകമാകുന്ന ദിശകൾ ഉണ്ടാകില്ല. അതുകൊണ്ടാണ് അടിയന്തരമായി ഇടപെടൽ അഭ്യർത്ഥിച്ച് ആ മനുഷ്യർ ഇപ്പോൾ കൈരളി ന്യൂസിനോട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഷമീന പറഞ്ഞ വിവരങ്ങൾ അനുസരിച്ച് രക്ഷാപ്രവർത്തകർക്ക് കൂടി നമ്മൾ അതിൻ്റെ ദിശ കാട്ടിക്കൊടുക്കുകയാണ്. അവിടേക്ക് അവർ ഉടൻ തന്നെ എത്തുകയും ഷഫീഖ് അടക്കമുള്ളവരുടെ നേതൃത്വത്തിലുള്ള രക്ഷാപ്രവർത്തകർ അവിടേക്ക് ഉടൻ എത്താനുള്ള ശ്രമം കൂടി നടത്തുന്നു എന്നത് ഈ ഘട്ടത്തിൽ അറിയിക്കുന്നു.